ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾപ്പെട്ട നമുക്ക് റിസ്ഖുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ റിസ്കിനെ സംബന്ധിച്ച് ഒരല്പം മനസ്സിലാക്കാം. റസാഖ്, ഉപജീവനം നൽകുന്നവൻ. റസാഖായ റബ്ബ് റിസ്കിനെ ബാധ്യതപ്പെടുത്താത്ത, റിസ്കിൻ്റെ ബാധ്യത ഏറ്റെടുക്കാത്ത ഒരു ജീവിയും ഭൂമിയിലില്ല എന്നതാണ്. അല്ലാഹു തആല പറയണം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹ. ഭൂമിയിൽ യാതൊരു ജന്തുവും അവൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റെടുക്കാത്തായിട്ടില്ല എന്നതാണ്. അവരുടെ താമസ സ്ഥലവും അതുപോലെ സൂക്ഷിപ്പ് സ്ഥലവും അള്ളാഹു അറിയുന്നു എന്നാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് അള്ളാഹു രണ്ട് തരത്തിലുള്ള റിസ്ക് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ശരീരങ്ങൾക്ക് പോഷണം നൽകാൻ ആവശ്യമായ അന്നപാനീയങ്ങൾ ലഭിക്കുന്നു. അത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ അള്ളാഹു ആ റിസ്ക് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ റിസ്ക് എന്നാൽ ആത്മാവിന് പോഷണം നൽകുന്ന അറിവും ഈമാനും. ഇത് വിശ്വാസികൾക്ക് മാത്രമായിട്ട് അള്ളാഹു തആല നൽകുന്ന റിസ്ക്കാണ്. അതോടൊപ്പം ഈമാൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കപ്പെടുന്നതോടെ ഹലാലായ അന്നപാനീയങ്ങളും വിഭവങ്ങളുമാണ് അള്ളാഹു നൽകുക എന്നത്. മാഷാ അല്ലാഹ്. അതുപോലെ ദിനേന നമ്മൾ കഴിക്കുന്ന അന്നപാനീയങ്ങൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ വിനയത്തോടെ നാം കീഴ്പ്പെട്ട് വിശപ്പിനും ദാഹത്തിനും പരിഹാരമായിട്ട് അള്ളാഹു തരുന്ന ഒരു അന്നപാനീയങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധന അർപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യർക്ക് ഒരിക്കലും അത് തള്ളിക്കളയാനാവില്ല എന്നതാണ്. അതുപോലെ തന്നെ അവിശ്വാസികൾക്കും അക്രമികൾക്കും ഭൗതിക ലോകത്ത് ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും അതുപോലെ സമ്പത്തും സന്താനങ്ങളും പെരുകുന്നു അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ആദരവും കൊണ്ടല്ല എന്നതാണ്. അതവർക്കൊരു പരീക്ഷണം മാത്രമാണ്. സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ സഈദ് ബിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അൻസാരികൾ കുറേ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനം ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു, വീണ്ടും വന്നു, വീണ്ടും കൊടുത്തു. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള എല്ലാ ധനവും അവർക്ക് കൊടുക്കേണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നു, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു ആരെങ്കിലും സ്വയം പര്യാപ്തനാകാൻ ആഗ്രഹിച്ചുവെങ്കിൽ അള്ളാഹു സ്വയം പര്യാപ്തയാക്കുമെന്നും അതുപോലെ തന്നെ വല്ലവനും ധന്യത പ്രകടിപ്പിച്ചല്ല ധന്യത നൽകുമെന്നും അതുപോലെ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹു ക്ഷമാശീലരെ ഉൾപ്പെടുത്തുക ചെയ്യുമെന്നതാണ്. അപ്പോൾ ധനമില്ലാതെ ഈ കൈ നീട്ടിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അവസ്ഥ ഇവിടുന്ന് നമുക്ക് വ്യക്തമാക്കാം. ക്ഷമിച്ചു കൊണ്ടിരുന്ന അള്ളാഹു നമുക്ക് വിശാലമാക്കി തരും റിസ്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.